കോൺഗ്രസിൽ നിന്നും ആളുകൾ ഇങ്ങനെ പോകുന്നതിൽ യഥാർത്ഥത്തിൽ എന്താണ് കാരണമെന്ന് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം പഠിച്ച് അത് തിരുത്താനാണ് അവർ തയ്യാറാവേണ്ടത്. കോൺഗ്രസ് ഞങ്ങളിലേക്ക് വരികയാണെങ്കിൽ നല്ല കാര്യമാണ്. കാരണം ശരിയായ ഒരു പാതയിലേക്കാണ് വരുന്നത്. അത് പൊതുവെ സമൂഹം സന്തോഷിക്കേണ്ട കാര്യമാണ്. എന്നാൽ അപകടകരമായ പാതയിലേക്ക് BJP പോലുള്ള രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കോൺഗ്രസിൽ നിന്ന് ആളുകൾ ഇങ്ങനെ വല്ലാതെ പോകുമ്പോൾ അതിൻ്റെ കാരണമെന്ത്, അതിൽ നേതൃത്വം വരുത്തേണ്ട തിരുത്തൽ എന്ത്, രാഷ്ട്രീയ നിലപാടെടുക്കുന്നതിലെ പാളിച്ച, BJP വിരുദ്ധ രാഷ്ട്രീയം ശരിയായ അർത്ഥത്തിൽ പറയാത്ത പ്രശ്നം, ഇതൊക്കെ പരിശോധിക്കണ്ടേ? ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ പ്രത്യേകത? കുറേ വ്യക്തികൾ അടങ്ങിയതാണ് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും. ആ രാഷ്ട്രീയ പാർട്ടി ഏതൊരു പാർട്ടി ആയിക്കോട്ടെ, ആ പാർട്ടിയുടെ ആശയം, പുതിയ കാലത്തെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയം, ഇതൊക്കെ ആ പാർട്ടിക്കകത്ത് പാർട്ടി റാങ്ക് ആൻഡ് ഫയലിലാകെ പറഞ്ഞ് പഠിപ്പിച്ച് പോലാണല്ലോ പ്രധാനം. അങ്ങനെ ഒരു പഠന പ്രവർത്തനം കോൺഗ്രസിലുണ്ടോ? BJP എന്താണെന്നും BJPയുടെ അപകടകരമായ രാഷ്ട്രീയം എന്താണെന്നും കോൺഗ്രസിലെ താഴെത്തട്ട് വരെ പറഞ്ഞു പഠിപ്പിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് പറ്റുന്നുണ്ടോ? അതിന് തയ്യാറാവുന്നുണ്ടോ? തയ്യാറാവാത്ത പ്രശ്നമല്ലേ? ഇപ്പോൾ കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പരിപാടികൾ എടുത്താൽ, ഇപ്പോൾ സമരാഗ്നി ഉൾപ്പെടെയുള്ള പരിപാടികളിൽ എവിടെയെങ്കിലും BJPക്കെതിരെ പറയുന്നുണ്ടോ? എല്ലായിടത്തും എന്ത് പ്രശ്നമുണ്ടെങ്കിലും, ഒരു മഴ പെയ്താൽ പോലും LDF സർക്കാരിനെ മോശമാക്കാനാണ് ഇത്തരം പരിപാടികൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾക്കിടയിൽ, കോൺഗ്രസിൻ്റെ പരിപാടിയിൽ വരുന്ന കോൺഗ്രസ്സുകാർക്കിടയിൽ LDF ആകെ മോശമാണ്, എന്നാൽ BJP വലിയ തിരക്കേടില്ലാത്ത സാധനമാണ്, അതിന് പ്രത്യേകിച്ച് നമ്മുടെ നേതാക്കന്മാരൊന്നും പറയുന്നില്ല, എന്നാൽ ഒന്ന് പോയി കളയാം BJPയിലേക്ക് എന്ന ചിന്ത വരുന്നത് തിരുത്തണ്ടേ? അതാണ് പരിശോധിക്കേണ്ടത്. അത് ബന്ധപ്പെട്ടവർ പരിശോധിക്കണം. ഇങ്ങനെ ആൾ BJP പോകരുത്. അത് ദുഃഖകരമായ കാര്യമാണ്. ഇങ്ങനെ ആളുകൾ പോവാതിരിക്കണം. ഇനി അങ്ങനെ പോകണമെന്ന് നിർബന്ധം ആർക്കും ഉണ്ടെങ്കിൽ അത് മതനിരപേക്ഷ മനസ്സുള്ള കോൺഗ്രസ്സുകാർക്കായിരിക്കും. കാരണം ഈ പാർട്ടിയിൽ നിന്നിട്ട് ഇനി പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം ഇതിൻ്റെ നേതൃത്വം എടുക്കുന്ന നിലപാട് തെറ്റായ നിലപാടാണ്, BJPക്ക് അനുകൂലമായ നിലപാടാണ്. അതുകൊണ്ട് മതനിരപേക്ഷ മനസ്സുള്ള കോൺഗ്രസ്സിൽ ഒരുപാട് പേരുണ്ട്, കഷ്ടപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തിക്കുന്ന, കുടുംബം കോൺഗ്രസ് ആയതുകൊണ്ട് കോൺഗ്രസ് ആയ, അല്ലെങ്കിൽ വളരെ പ്രയാസപ്പെട്ട് കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനം നടത്തുന്ന ഒരുപാട് പേര് മതനിരപേക്ഷ മനസ്സുള്ളവരുണ്ട്. അവർ നിരാശരാണ്. അവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് വേണ്ടി 2 വാതിലുകൾ ഇവിടെ തുറന്നിട്ടിരിക്കുകയാണ്, എപ്പോൾ വേണമെങ്കിലും വരാം. അതാണ് ശരിയായ പാത എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. പിണറായി ഗവൺമെന്റും BJPയും തമ്മിലുള്ള ചർച്ചകളിൽ സ്ഥിരം മധ്യസ്ഥനാണ് ബെഹ്റ എന്നാണ് തിരുവഞ്ചൂര് പറയുന്നത്. മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി. തെരഞ്ഞെടുപ്പല്ലേ, അങ്ങനെ എന്തൊക്കെ പറയും? LDF ഗവൺമെന്റും BJP കേന്ദ്ര ഗവൺമെന്റും തമ്മിലുള്ള കെമിസ്ട്രി എന്താണെന്ന് എല്ലാവരും കാണുന്നില്ലേ? പൗരത്വ നിയമം കൊണ്ടുവരാൻ നിലപാടെടുത്തപ്പോൾ ഭരണഘടനാ വിരുദ്ധമാണിത്, പറ്റില്ലെന്ന് പറഞ്ഞ് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച ഗവൺമെന്റ് ഏതാ? ഇന്ത്യയിലെ ഏക ഗവൺമെന്റ് LDF ഗവൺമെന്റാണ്. ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാന ഗവൺമെന്റ് ഇതാണ്, കേരളത്തിലെ LDF ഗവൺമെന്റാണ്. കേരളത്തിലെ LDF ഗവൺമെന്റിനോട് വല്ലാത്ത സ്നേഹമാണല്ലോ പറഞ്ഞവർ. ആ സ്നേഹമാണല്ലോ കിട്ടുന്ന പൈസ പോലും അവിടെ പിടിച്ചു വെച്ചത്. തരാനുള്ള പണം തരുന്നുണ്ടോ? തരുന്നില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു LDF തുടർഭരണം ഉണ്ടായത്. BJP ഗവൺമെന്റിനോട് പോരാടാൻ തയ്യാറുള്ളവരാണ് കേരളത്തിലെ LDF ഗവൺമെന്റ്. കേരളത്തിൽ LDF ഭരിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ സുരക്ഷിതർ എന്ന മലയാളിയുടെ ചിന്തയാണ് LDFന്റെ തുടർഭരണത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒരു കാരണം. അതൊക്കെ എല്ലാവർക്കും അറിയാം. അത് പൊളിക്കാൻ വേണ്ടി ഇജ്ജാതി വർത്താനം പറഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ ജനങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. എനിക്കറിയില്ല, അറിയാത്ത കാര്യം ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് അത്തരം വിഷയം അറിയില്ല. ഞാൻ പൊതു രാഷ്ട്രീയമാണ് പറയുന്നത്. അല്ല, അങ്ങനെ നമ്മൾ ഒരാളെ ചെറുതാക്കി ഒരാളെ വലുതാക്കി ഒന്നും പറയുന്ന രീതി ഇടതുപക്ഷത്തിനില്ല. ഇടതുപക്ഷം ജയിക്കും. വടകരയായാലും കോഴിക്കോടായാലും LDF ജയിക്കും. ജനങ്ങളിൽ വലിയ മാറ്റം കാണുന്നുണ്ട്. ഞങ്ങളിപ്പോൾ രാവിലെ ഇറങ്ങിയുള്ളൂ ഇതിനു വേണ്ടിയിട്ട്. 2019 പറ്റിയതൊരു അബദ്ധമാണ്, ഇടതുപക്ഷത്തിന് അംഗബലം വർദ്ധിപ്പിക്കണമെന്ന് ഇങ്ങോട്ട് പറയുകയാണ്. ഞങ്ങൾ അന്ന് 2019 കോൺഗ്രസിനെ വോട്ട് ചെയ്ത്, ഇത്തവണ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ഇങ്ങോട്ട് പറയുകയാണ്. ആ അനുഭവം വെച്ചാണ് പറയുന്നത്. ഓക്കെ, ഇനി സമയമുണ്ടല്ലോ, എത്ര ദിവസം ഉണ്ട്. ഒരു LDFന്റെ പ്രതീക്ഷ 2004 ആവർത്തിക്കും. 2004 2 4 നടുവിൽ 2 പൂജ്യമാണ്. 2024 ഒരു 2 4 അപ്പുറത്തുണ്ടെന്നുള്ളൂ, വേറെ വ്യത്യാസമില്ല. ഇത്തവണ 2004 കേരളത്തിൽ ആവർത്തിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.